ഹലോ ഗൈസ്, കാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ വീഡിയോ ആണ്. ദിവസം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുമില്ലേ തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് എന്താ അറിയാം സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്മ വരും, ഞാനും അമ്മയും കൂടിയേ ചെടി മേടിക്കാൻ പോവുക. ചെടി മേടിക്കണമെന്ന് പറഞ്ഞു. ചെടി കുറച്ച് ഇവിടെ കഴിഞ്ഞ ദിവസം കാണിച്ചത് ആ മറ്റേ തക്കാളിയൊക്കെ ഇല്ലേ, അതിന് വെക്കാനായിട്ട് മറ്റേ ഗ്രോ ബാഗ് മേടിക്കണം, പിന്നെ കുറച്ച് ചെടി ചട്ടി മേടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇന്ന് ഞാൻ ഒരു പരിപാടി അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് സിറാജിനൊന്ന് കാണാൻ പോകണം. സിറാജിൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ കൂടെ. ഞങ്ങൾ ലേയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടപ്പോൾ എന്താ മേടിക്കാണേ, ഞങ്ങൾ ഒരു വട്ടം ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഞാനും ആനന്ദും കൂടി ഇവിടെ നിന്ന് ഹിച്ച് ചെയ്ത് ഞങ്ങൾ കാശ്മീർ ലഡാക്കൊക്കെ ഇങ്ങനെ എല്ലാം കയറി പോയത്. പക്ഷേ മെയിനായിട്ട് നമ്മൾ കാശ്മീർ ലഡാക്കായിരുന്നു എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയത്. ആ സമയത്ത് നമ്മൾ കാർഗിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാണ്. അത് 2023 കണ്ട് പരിചയപ്പെട്ട അന്ന് ഇന്ന് വരെ ആ ഒരു കമ്പനി ഇപ്പോഴും അല്ല, ബെൽജിയനുണ്ട് കേട്ടോ. ബെൽജിയനും സിറാജും കൂടിയാണ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാനും ആരും കൂടി ട്രാവൽ ചെയ്യുന്നത്. എൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ ഇടാം. അപ്പോൾ വേണ്ട കോട വേണ്ട, നമ്മൾ വണ്ടിക്കല്ലേ വരുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ അവന്മാരെ കാണണം. ബെൽജിയനില്ല, ബെൽജിയൻ ബാംഗ്ലൂരാണ്, അവനവിടെ സെറ്റിലാണ്. സിറാജ് അവനിവിടെ ഉണ്ട്. അവനിപ്പോൾ നാട്ടിൽ മലപ്പുറമാണ്. അവനിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അവനിവിടെ വർക്കാണ്. ഇപ്പോൾ 1.5 വർഷം 2-3 വർഷമായിട്ട് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കരിമൂളിലുള്ളത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ കരിമൂളിലേക്ക് പോകും ചെക്കനെ കാണാനായിട്ട്. ഇന്നോ നാളെയായിട്ട് പോകും, തിരക്കിട്ട് ചോദിച്ചിട്ട് പോകണം. അപ്പോൾ ഇന്ന് ഇപ്പോഴത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും അമ്മയും കൂടി ചെടി മേടിക്കാൻ പോകും. എന്തൊക്കെ ചെടി മേടിക്കുന്നുണ്ടമ്മ? പാവോടാ, വെയിൽ താറിയിരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇത് വെയിലുണ്ട്. ഇവിടെ മൊത്തം കഥയുള്ള സ്ഥലം ഇതൊക്കെ. റെയിലിൽ കൂടിയൊക്കെ നടക്കുക വിഷയം. ഇവിടെ കുറേ മരിപ്പുകൾ മാത്രമേ, കുറേ പേര് മരിച്ച സ്ഥലം ഇവിടെ. ആത്മഹത്യ വേണ്ടി വന്ന സ്ഥലമോ ഇത്. ഈ ഏരിയ, ഈ വെളുത്തുള്ളി ആഞ്ഞിലിക്കാട് ഏരിയയിൽ നടുക്ക് കുറേ പേര് വന്നിങ്ങനെ മരിച്ചേക്കണം. അവിടെ നിന്നെങ്ങാണ്ട് വണ്ടി ഇടിച്ചിട്ട് ഇവിടെ വന്ന് മനസ്സിലായി ചെതറി വീണ് മരിച്ചിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ അവസ്ഥയെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ നേരെ ചന്ദ്രൂർ ബസ് കയറി നമ്മൾ നേരെ ചമ്മനാട് പോയി ഇറങ്ങുന്നു. ചമ്മനാട് പോയി ഇറങ്ങിയിട്ട് വീട്ടായിട്ട് പോകണ്ടമ്മ? ഇല്ല, വീട്ടിൽ പോകണ്ട. എൻ്റെ അമ്മയോട് ചമ്മനാട് വീട്ടിൽ പോകണ്ട. നേരെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി. ഓക്കെ, അവിടെ ചെന്നിട്ട് നോക്കണം. ഇതാണ് നമ്മുടെ ചെടികള. എന്താണ് ഗ്രീൻലാൻഡ് നഴ്സറി ആൻഡ് അഗ്രി സ്റ്റോർ. അങ്ങനെ വാഴയാണ്, എന്താണ് വാഴയാണ് ഇരിക്കണതൊക്കെ. എടുക്കണ്ട, ഇത് കുരുമുളക് എടുക്കാണ്. ഇന്ന് ഞങ്ങൾ 2 വീഡിയോ ഇപ്പൊ ചെടിയുടെ ആയിട്ടാ വന്നേക്കണ. ചെടി സാധനമ്മ ബീച്ചിലാ? ചട്ടി നോക്കിയേ, താമര ഇടാനായിട്ടാ. എടുക്കാനാണ് അതെടുക്കാനാ? താമര ഇടാനായിട്ട് സൗണ്ട് വേണമല്ലേ? ഇങ്ങനത്തെ അല്ലേ? അയ്യോ, എന്താ എടുക്കണ? ബാ എടുക്കണ്ട. ഇതാ, ഇത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബുദ്ധനൊക്കെ ഇരിക്കും. അമ്മ ഒരു ബുദ്ധനെ എടുക്കണമാ? അതിലോട്ടൊന്നും പോവില്ല. ഓക്കെ,
ഇനി ഒരിടക്ക് വരാൻ നേരത്തെ ഇവിടെ കുറേ സാധനമുണ്ട്. ഇപ്പോൾ തീർന്നു വരും അതിൽപ്പെട്ടില്ല. ഞാൻ ഒരോട്ടം മാറ്റണം നമ്മുടെ ഇവിടെ. ഇപ്പോൾ ലാബി ചെടി ഉണ്ടായിരുന്നു, കുറേ നല്ല ചെടിയൊക്കെ. ചെടി കുറവാണ് അമ്മ ഇപ്പം അവിടെ. ചെറുതെടുക്കാം, ഇതെടുത്താൽ മതി, ഇങ്ങനത്തെ എടുത്താൽ മതി. ഇത് വേറെയാണ്, സെപ്പറേറ്റ് ആണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അങ്ങനെ വെക്കണോ? ഇത് സെപ്പറേറ്റ് ആണ് ചേച്ചി. ഇത് അകത്ത് വെക്കണോട്ടാണ് രണ്ടെണ്ണം ഉണ്ടോ ഇത്? വെള്ളം ഉണ്ടാകുമല്ലേ വെള്ളം ആണല്ലേ? ആ ഓക്കെ ഓക്കെ. ഇതിനൊക്കെ മാത്രം ഇതിനും അങ്ങനെയാണ്. അത് അതായിരിക്കണം, ആയിരിക്കണം, ആയിരിക്കണം, വൈറ്റ് ആണ് ആയിരിക്കണം. ഒരെണ്ണത്തിനല്ലേ ഏതെടുക്കണം? ഇതെടുക്കാനാ? ഈ ടൈപ്പ് രണ്ടെണ്ണം താന്നു. അല്ല അല്ലമ്മച്ചി, എരമ്പലൂർ എവിടെയുള്ളത്? എരമ്പലൂർ എവിടെയുള്ളത്? എരമ്പലൂർ എവിടെയുള്ളത്? കാട്ടുശ്ശേരിയുടെ സ്കൂളിലൂടെ ശരിയാണ്. കാട്ടുശ്ശേരിയുടെ എവിടെ? കാട്ടുശ്ശേരി സ്കൂളിലൂടെ ചെടി കുറവാണ്, ചെടി ഭയങ്കര കുറവാണ്. നേരത്തെ ഇവിടെ ഭയങ്കര ചെടി, നല്ലൊരു ചെടി ഉണ്ടായിരുന്ന. നോക്കി ഒന്നുമില്ല. ഇപ്പൊ പ്ലാവും തെങ്ങും. ഞാൻ ആദ്യം തെങ്ങുമായിട്ട് വാഴ എന്നൊക്കെ പറഞ്ഞത്. പൊടി, ഭയങ്കര പൊടി. പോട്ടുണ്ടല്ലോ ഒരുപാട് ഒരുപാട് പോട്ടുണ്ട്. ഇതിന്റെ പുറകിൽ ചെടിയുണ്ട? ഇല്ല, ചെടി കുറവാണ്. ചേടാ കഷ്ടമായിട്ട്. ചെടി ചട്ടി മാത്രം മേടിച്ചിട്ട് എത്രയാ? എത്ര മേടിച്ചേ? എത്ര മേടിച്ചു? ഇതിന് 150 രൂപ അല്ലേ? 150, 300. ഇത് 400, 600. എന്ത് ചെയ്യണം? കഴിഞ്ഞ മറ്റേ ഒരു കുരുമുളകിനകത്ത് വെച്ചേക്കാം. കുരുമുളക് അല്ലേ? ആ അതിനകത്തെടുത്ത് വെച്ചോ. അത് വെച്ചോണ്ട് വണ്ടിയുടെ അകത്ത് വെക്കാൻ സ്പേസ് ഉണ്ടായാലും പിന്നെ കൈ പിടിക്കണ്ടിരിക്കും. ചെടി കുറവാണല്ലേ ചേച്ചി? ആ അതെ അതെ, റോഡ് പണി തീരുന്നിട്ടാ. ഞങ്ങളുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു. ഞങ്ങളുടെ ഇവിടെ ഇത് ഇപ്പോ അരൂർ ആ പള്ളി മുതൽ തുറവൂർ വരെ ഈ മേൽപ്പാലം പോണം. നോക്കേ, ഇതാകുമ്പോൾ നമുക്ക് മഴ കൊള്ളണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനടി കൂടി മഴയൊന്നും കൊള്ളാണ്ട് ഇവിടെ നിന്ന് എരമ്പലൂരിൽ നിന്ന് അരൂർ വരെ നമ്മുടെ വീട് വരെയും പോകാൻ പറ്റും, മെയിൻ റോഡ് വരെ. പിന്നെ ഉള്ളിലാട്ടി കയറുമ്പോൾ മഴയാണെങ്കിൽ പണിയാണ്. അവിടം വരെ പോകാൻ പറ്റും നമുക്ക്. ഇതുകൊണ്ട് കുറേ ഉപകാരം ഉണ്ടോയെന്ന് വെച്ചാൽ ഇത് പണിതണ്ടുന്ന സമയത്ത് നമുക്ക് നാശം മാത്രമേ ഉണ്ടെന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ വരുമ്പോൾ ഏതാണ്ടൊക്കെ ഉപകാരം ഉണ്ടാവും തോന്നും. എന്താണ് ഇത് സാഫാണ്. ഇതാണ് മറ്റേ ചെടിയൊക്കെ ബഡ് ചെയ്ത് വേഗം ഈ കീടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഇത് കലക്കി വെക്കും. സാഫം കിട്ടും. ചില്ലറാണോ? ഒരു പിന്നെ അക്കുലം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. ചെടിയാണ്? ഇല്ല, ഒരു വേസ്റ്റൊക്കെ ദ്രവിപ്പിക്കുന്ന ഒരു സാധനമാണ്. ആണോ? നമുക്ക് എന്തെങ്കിലും വിഷയമാണ്, നമുക്ക് എന്തിനാണ് വളം ഉണ്ടാക്കാൻ അകത്ത് എല്ലൊക്കെ 2 ദിവസം ഒരു മാസം കഴിയുമ്പോൾ പുഡിങ് തവിടായി. ആണോ? എല്ല എന്നൊക്കെ പറഞ്ഞ വേസ്റ്റായിട്ട് എല്ലൊക്കെ ഇടുമല്ലോ നമ്മൾ. കോഴിയുടെ ആണെങ്കിലും വേറെ മനുഷ്യന്റെ ആയാലും എല്ലാം ഈ ഇനത്തിലോ മനുഷ്യന്റെ ഇല്ല വല്ലതൊക്കെ എല്ലുപിടി എന്ന് പറഞ്ഞ വല്ലതൊക്കെ എല്ലാം ചേരണം. പിന്നെ മീനിന്റെ വരെയും ചെയ്യും ഇല്ലേ? ചേർന്നു കുറെ ചെയ്ത് സാധനം ഉണ്ടല്ലോ. ഇതൊക്കെ ഇതൊക്കെ വെള്ളത്തിൽ കിടക്കണോ അമ്മയൊക്കെ? എല്ലാ സാധനം നല്ല അടിപൊളിയായിട്ട് വളരും. ഇതിനില്ലേ ഈ സാക്കിനല്ലേ പോട്ടി മിക്സിനല്ലേ ഇത്? അതല്ല ഇത് ഇതൊക്കെ ഇതൊന്നും ഓറഞ്ച് നിൽക്കണം. വലിയൊരു ഓറഞ്ച് നിൽക്കണോ? ഇല്ല ഇല്ല, അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് നിൽക്കണോ? Boys, what you gonna do? What you gonna do when they come for it?
ആക്കച്ചി ആക്കെ വണ്ടി കൊണ്ടുപോക്കെ കണ്ട ഇരിക്കൂല ഈ സാധനം പിടിക്കുന്നുണ്ട് നമ്മ ബാക്കിൽ ആണ് ഈ ഇത് രണ്ടും ഇങ്ങോട്ടാ ഫ്രണ്ടിത്താ ചെടിച്ചട്ടി എടുത്തോട്ടെ എന്നാ ഇത് പിടിക്കും ഇത് കവറാണ്ട് പിടിക്കും അങ്ങനെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അഴുക്കാവൂല അമ്മ എവിടെ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കോ ഇനി ശരി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ എന്നാ പിടി ഞങ്ങൾ അടുത്ത സ്ഥലത്തായിട്ട് എത്തിയിട്ടാ നോക്കിയേ ചെടികളൊക്കെ നോക്കി ഇത് അമ്മ ഒരു ഓരോ സെറ്റ് ആയിട്ടാണ് വെക്കണം റോസ് ഒരു സെറ്റ് ചെമ്പരത്തി കൊള്ളാല്ലേ മേടിക്കണേ നല്ല കയറി മേടിക്കണേ നോക്കണ്ട നോക്കണം ഏതില്ലേ ലോകമില്ലേ റെഡ് ഇത് വൈറ്റ് കിടക്കണം അല്ലേ വൈറ്റ് ഓറഞ്ച് കിടക്കണം ഏതാ അതാണ് ഉണങ്ങിപ്പോയി പറഞ്ഞു തെക്കോസ്ത ഇതിപ്പോ നമ്മൾ ആദ്യം പോയത് ചമ്മനാട് സ്കൂള് ECK സ്കൂളിന്റെ വടക്കോർ ഭാഗത്തോട്ട് ഇതിപ്പോ കാണുന്നത് സാനിയ സ്കൂളിൽ സാനിയ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ഇത്തിരി വടക്കോട്ട് മാറിയിട്ട് NSS കരയൊക്കെ പഴയതാണ് ഇതൊക്കെ പഴയ ബിൽഡിങ് പഴയതാണ് ഉദ്ദേശിച്ചത് ആൾക്കാരോടെ ഉണ്ടോ അല്ലേ മേ ബിൽഡിങ് പഴയ ബിൽഡിങ് അല്ലേ അമ്മ ഈ സാധനം വീട്ടിപ്പില്ലേ ഇത് വീട്ടിലുണ്ട് പോയി ഇപ്പൊ ഇതിപ്പണ്ടല്ലേ വീട്ടിലുണ്ട് ഇത് ഒരെണ്ണം മേടിച്ചു വെച്ചാൽ ഇത് വളരെ വന്ന വീട്ടിൽ ഇത് ഒരെണ്ണം മേടിച്ചു വെച്ചാൽ കാട് വെക്കുമ്പോൾ പറഞ്ഞിട്ടാണ് ഇനി എത്ര ഏട്ടാ 300 മേടിക്കാം ഏത് എവിടെയിരിക്കണത് എനിക്കിന്റെ പേരൊന്നും അറിയാൻ പാടില്ല ഏതാ അമ്പട്ടാ ഇതൊക്കെ ശംഖുഷ്പം ഇത് ഏതാ കളർ ഏതാ ശംഖുഷ്പം ആണോ വയലറ്റ് പിങ്ക് ഉണ്ടല്ലേ ഇതെങ്ങനെ അറിയാൻ പറ്റില്ല പിങ്ക് ഏതാ നമുക്ക് തിരിച്ചറിയാം അറിയാൻ പറ്റുമോ ഇലക്ക് വ്യത്യാസം ഉണ്ടാവും ഓക്കെ ഇതല്ലേ ലൈറ്റ് റോസ് ലൈറ്റ് റോസ് കേട്ടില്ല ലൈറ്റ് റോസ് ആണ് പിങ്ക് എന്ന് പറയുന്നത് ലൈറ്റ് റോസ് അല്ലേ പിങ്ക് ആയിട്ട് വരുന്നത് അത് ഓ കളറല്ലേ ആ കാണുന്ന ആ ചെടി കളറല്ലേ അതുമല്ല അതിനെക്കാളും ഡാർക്കാണ് ആണല്ലേ നാടൻ റോസാപ്പൂവിന്റെ പിങ്ക് ഉണ്ടല്ലോ നാടൻ റോസാപ്പൂവിന്റെ പിങ്ക് ഒരു ടൈപ്പ് മണം ഉണ്ടായില്ലേ മാങ്ങയുടെ അങ്ങനെ എന്തിന്റെ ഒരു മണം ഉണ്ടാകത്തില്ലേ നീ അതിനാണല്ലേ ആ മണം ഉണ്ടാവാ ഇതില്ലേ ഈ ഇലക്കാണ് ആ മണം ഉണ്ടാവുന്നല്ലേ അല്ലേ മണപ്പിച്ചോടെ ഇതന്നെ മണമുള്ള സകല സാധനത്തിന് പേരൊക്കെയാ കേട്ടോ ഇതിലൊക്കെ ഇത് ഓറഞ്ച് അല്ലേ നിക്കടേ ഇത് ചെറുതായി ഇത് ഇത്രയായിട്ട് വളരുള്ളൂ അല്ലേ ഇത് കുറച്ചുകൂടി ആവും അല്ലേ ഓറഞ്ച് അല്ലേ ഇത് പ്ലാവൊക്കെ നിൽക്കണ നോക്കിയടാ അമ്മ എന്തേലും ഒരു കാര്യത്തിൽ സ്റ്റക്ക് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ അമ്മ ഒന്നും എല്ലാം നോക്കി നിരീക്ഷിച്ച് വരാൻ നേരത്ത് നേരം പിടിക്കും ഇതാണോ മേടിച്ചത് പിന്നെ വണ്ടി ബൈക്കിലാണ് ഓട്ടോയിൽ പോയാൽ മതി ഓട്ടോ കൊണ്ടുപോകാൻ നേരത്ത് കൂടുതൽ മേടിക്കുമായിരുന്ന വേറെ ദിവസത്തേക്ക് വന്നെ അപ്പൊ നീ ഇത് വലിച്ചു കേട്ടതല്ലേ ഇപ്പൊ നമുക്ക് ഓട്ടോയിൽ ഞാൻ പറഞ്ഞു ബസ്സിൽ വന്നിട്ട് ഓട്ടോയിൽ പോയാൽ ഞാൻ ആ സമയത്ത് എളുപ്പപ്പണി കാണിച്ചതാണ് കുഴപ്പമില്ല
ഇത് മാത്രം എടുക്കണം. ഞാൻ ഓൺലൈൻ മുളപ്പിച്ചു. ഇതാണ് എടുത്തത്. ഈ ചെടിയാണ്. ഫീവർ മേടിച്ചാൽ നട്ടത് അത് പ്രാവശ്യം ഇങ്ങനെ വെള്ളം കയറിയപ്പോഴാ പോകും. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് ആ പോട്ടെ എന്നാ. ശരി എന്നാ. ഇനി അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ അവനോട്. കണ്ണ് കടയിൽ തന്നെ അവിടെ നിന്ന് മാറണില്ല കണ്ണക. ആ വണ്ടി ഞാൻ പറഞ്ഞു. നല്ല രസമുണ്ട്. നല്ല രസമല്ലേ? എന്താന്ന് പറഞ്ഞ ഇത് നുള്ളി ഇതിങ്ങനെ ചെറുതാ ഇങ്ങനെ നുള്ളി തുമ്പ് തുള്ളി വെച്ചാലേ വേറെ പുതിയ പുതിയ ചെടി ഉണ്ടാക്കാം. ഇതിന്ന് തന്നെ കിള്ളി വെക്കാൻ പറ്റുമോ? തമ്പറ ഉണ്ടാക്കാം. അതാണ് ഞാനിത് മേടിച്ചതിന്റെ കാര്യം. കുറേ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വീട്ടിലുണ്ടെന്നല്ലേ അമ്മ പറഞ്ഞു ഓൾറെഡി. ഇത് നമ്മുടെ എരമല്ലൂര് വീട്ടിലെ പടിഞ്ഞാറ് പറമ്പില്ലേ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ലൈറ്റുകളാണ്. വലിയ പൂവായിരിക്കല്ലേ, ചെറിയ പൂവായിരിക്കും, ഇല വലുതായിരിക്കും. അതിന് പറഞ്ഞ പേര് കങ്കമല്ലി എന്നാ പറയണം, കങ്കമല്ലി. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് പേരാണ് മെലസ്റ്റോമ. പിന്നെ ഇത് ഹൈബ്രിഡ്, അത് തന്നെ ഹൈബ്രിഡ് ആക്കി ഉണ്ടാക്കി എടുത്തതിന്റെ അതാണ് വെറൈറ്റി പൂവൊക്കെ വന്നിരിക്കുന്നത്. സാധനം അത് തന്നെയാണ്, നാടൻ പറമ്പിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന സാധനം തന്നെ. അന്ന് പണ്ടൊക്കെ ആ ഒരു വിലയില്ലാത്ത സംഭവമാണ്. അപ്പൊ ഇതിന് ഇപ്പൊ 200 രൂപ വാങ്ങിച്ചു. പിന്നെ പുതിയ പേരും മെലസ്റ്റോൺ എന്നുള്ള പേരും. ഇത് ഇങ്ങനെ എത്ര പൊക്കം വരും അത്രയും വലുതാകും. വലുതാകണനുസരിച്ച് പൂവ് കുറേ കുഞ്ഞു വരും. പിന്നെ ഇത് നമ്മളൊരു വീഡിയോ കണ്ടില്ലേ, ഒരാളുടെ വീട്ടിൽ വലിയ മരം, എന്നിട്ട് ആ റോഡ് സൈഡിൽ മൊത്തം ഈ പൂ നിങ്ങളെ കണ്ടില്ലേ, എന്നിട്ട് നിറയെ പൂ റോഡ് സൈഡ് കുറേ ഒരു 10-100 മീറ്റർ കോളം ഇങ്ങനെ അടുപ്പിച്ച് നോക്കിയിട്ട് നിറയെ പൂ റോഡിൽ കിടക്കണം. പിന്നെ ആ മരത്തിൽ നിറച്ച് ഒരു വീഡിയോ ഉണ്ട്. ഞാൻ കണ്ടില്ല. അല്ലേ അങ്ങ് പോട്ടെ. ഇല്ല ഞാനേ ഇതെടുത്തിട്ട് ഇത് ഇതിന്റെ കൂടെ തന്നെ വെക്കാം. ഈ ഒറ്റ ചട്ടി എടുത്ത് ഇതിനകത്ത് കൂടെ തന്നെ വെക്കാം. വലിയതെടുത്ത് അമ്മ പിടിച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അങ്ങോട്ട് തിരക്കട്ടെ. ഇപ്പൊ വീടെത്തി വണ്ടി കൊണ്ട് കൊടുക്കണം. ചട്ടി വെച്ചു ഇങ്ങോട്ടേക്ക് ഞാനിപ്പോ വരാം. എന്നിട്ടാ മതി. പോയാ ട്യൂഷന് പോയാ? ആ ഇത് ക്യാമറ ചിരിക്കണം. എൻ്റെ ചേച്ചിയമ്മ, എൻ്റെ ചിറ്റ. ഈ കുഞ്ഞിപ്പഞ്ഞ് അയ്യ അർജന്റീന ചോദിച്ചു ഇടക്കാലത്ത് ഞാനൊരു യൂട്യൂബറാണ്. പക്ഷേ മാമ എഡിറ്റ് ചെയ്യാൻ തന്നില്ല, എഡിറ്റ് തന്നില്ല. ചേച്ചമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ചേച്ചി, അത് എൻ്റെ അച്ഛൻ്റെ അനിയത്തി ചിറ്റ. ദേവി എന്നാണ് ചേച്ചിയുടെ പേര്, ചിറ്റയുടെ പേര് മല്ലികയെന്ന്. ഞാൻ കാണിച്ചുതരാം. ചെടി മതി. ഇതാണ് ഇവരിവിടെ നട്ടുകിളിപ്പിച്ചേക്കണ. നോക്കി വഴുതൻ കിടക്കുന്നു. വഴുതൻ ബസ്സിയുണ്ട് ഇവിടെ. വെള്ളപ്പപ്പ വെണ്ട കിടക്കുന്നത്. വലിയ വെണ്ടയുടെ ഇത് മൂത്തല്ല, ഇത് മൂത്ത് വെച്ച് മൂത്ത് വെക്കണത്. എന്താ പറയുക, പൊയ്യ ഉണ്ടത്. ഇവിടെ നല്ല രീതിയിൽ ശംഖുപുഷ്പം നട്ടു വളർത്തിട്ടുണ്ട്. എന്താ അച്ചിങ്ങപ്പയറുണ്ട്. ഇതേ അത്തക്കള ഇടാം. അതെ ഓണം വേനല്ലേ, അത്തക്കള ഇടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. ഇവിടെ പച്ചക്കറി കുറവല്ല. ചീര നട്ടില്ല വട്ടം. ചീര പാകില്ലെന്ന് തോന്നുന്നു. ജമന്തി ചെയ്ത് സെറ്റാക്കി വെച്ച് നോക്കി. സൂപ്പർ, എനിക്കും ഇഷ്ടപ്പെട്ടു. ഇത്രേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിനും എല്ലാവരും കർഷകരാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ലട്ടെ. വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് പട്ടമുക്കൾ കരിമോൾ ഭാഗത്തേക്ക് തെറിക്കാനായിട്ട്. സിറാജിനെ കാണണം.
അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അവസാനിപ്പിക്കാം. അവിടെ ചെന്നിട്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞിനവിടെ ഉണ്ട്. അതെ, ഇപ്പം കണ്ടത് നിങ്ങൾ. അവിടെ കുഞ്ഞിനുണ്ട്. കുഞ്ഞിനെന്തിനുണ്ട്? ഫ്രീ ഫയർ കളിക്കാൻ. എൻ്റെ കൊച്ചൊരു വ്ളോഗർ അല്ലേ? പിന്നെ പേര് പറഞ്ഞു കൊടുത്ത ചാനൽ ആരും കാണൂല്ലേ? എൻ്റെ തന്നെ ആരും കാണുന്നില്ല. പിന്നെ നിന്റെ കാണുമെന്ന് എനിക്ക് അറിയാൻ പറ്റും. പിന്നെ എന്നാലും നമുക്ക് വെറുതെ പറയാം. എന്താണ് ചാനൽ? എന്താണ്? സോമൂസ് ബ്ലോഗ്. അത് വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ 4 മാസം. ഈ കാണ്ടാമൃഗ മാമൻ എഡിറ്റ് ചെയ്ത് തരണ്ടേ? ഒരു വീഡിയോ മാത്രം ഞാൻ എഡിറ്റ് ചെയ്തത്. ഇതന്ന് ആസാമിലായിരുന്നു അല്ലേ? അവൻ മറയ്ക്കും. ഇവള് ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യും അല്ലേ? പിന്നെ കാർട്ടൂൺ സ്റ്റൈല് വരാം. എന്താ പൊന്നക്ക് വരക്കറിയാൻ പറ്റില്ലല്ലോടാ. നീ എന്തിനാടാ കാർട്ടൂൺ സ്റ്റൈലല്ലേ ഇന്ദിരാഗാന്ധി? എവിടെ പോണത്? ഡ്രോയിങ് ക്ലാസ്സിൽ പോണോ ഇന്നാ? എന്നിട്ട് എന്ത് ചെയ്യാൻ പോകും ഡ്രോയിങ് ക്ലാസ്സിൽ പോയിട്ട്? എരമല്ലൂര് പോകാം. ആര്? അമ്മ പറഞ്ഞ് വാ റെഡിയായി എരമല്ലൂര് പോവാം പറഞ്ഞിറങ്ങി. ഇനി ഇവനെന്തിനാ കൊണ്ടുള്ളത്? ചമ്മല്ല അല്ലേ? എനിക്ക് ഓക്കെ. അതാ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ടോ? ഹെൽമെറ്റ് എടുത്താ? ഹെൽമെറ്റ് വേണ്ടേ? രണ്ടാഴ്ച കൂടി തന്നെ എടുക്കും ഹൈവേയിലേക്ക്. പക്ഷെ ഇവന്മാർക്ക് ഹെൽമെറ്റ് മേടിച്ചിട്ടില്ലല്ലോ. കൊള്ളാം, നല്ലല്ലേ? നല്ല സൈക്കിളല്ലേ? എന്താ കുഴപ്പം? ഇവളില്ലേ എന്റെ സൈക്കിള് ഒറ്റ വീഴ്ചയിലുണ്ടല്ലോ. വേറെ കാര്യം, ഇവർ രണ്ടുപേരും ട്വിൻസ് ആണ്. ഐഡന്റിക്കൽ അല്ല. എന്റെ പേര് ശരിക്കുള്ള പേര് സോമഭദ്ര. നിന്റെ പേരിക്കുള്ള ശരിക്കുള്ള പേര് വീരഭദ്രൻ. ഞാൻ വെറൈറ്റി പേര് കുഞ്ഞോട് നോക്കടാ. നോക്കൂ ഞാൻ. ഇതിന്റെ പേര് ശരിക്കുള്ള പേര് ഞങ്ങൾ വിളിക്കണം ഉണ്ണി. പിന്നെ ശരിക്കുള്ള പേര് അനന്തൻ കൃഷ്ണൻ അല്ലേ? ശരി എന്നാ, ശരി എന്നാ, ബൈ. കുഴപ്പമില്ല. പൊടി 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 ചെല്ലു. പോട്ടോ പോട്ടെ പോട്ടെ പോവാം. നമുക്ക് രണ്ടും കൂടി ഇങ്ങനെ ആവാ. സോ ഇതാണ് നമ്മൾ മേടിച്ചെന്ന്. ഇത് മാത്രമല്ല, ഇത് മാത്രം എടുത്തോളൂ. അതെന്താ സംഭവിച്ചെന്നറിയോ? ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ വണ്ടി മേടിച്ചല്ലേ? ചേച്ചിയുടെ നിന്ന് വണ്ടി എടുത്തു. ചേച്ചിയുടെ നിന്ന് വണ്ടി എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്തി സാധനം മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം പെട്ടെന്ന് ചേച്ചി വിളിച്ച് പിള്ളേർ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവർ വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടി ധൃതിപ്പുറത്ത് അവിടെ നിന്ന് ഇതുമായിട്ട് പോകുന്നു. അതാണ് വിഷയം. അത് കാരണം നമുക്ക് മേടിക്കാൻ ഒത്തിരി ചെടിയുണ്ടായിരുന്നു. അത് മേടിക്കാൻ പറ്റാത്ത അമ്മ ഇങ്ങനെ കടിച്ച് പിടിച്ചാൽ എൻ്റെ കൂടെ വന്നിട്ട്. പിന്നെ ചെടിക്കൊക്കെ ഭയങ്കര വില കാരണം നമ്മുടെ ഫേസ് മാറി. നല്ല സെറ്റപ്പ്. അമ്മാ വേറൊരാളെ കാണിച്ചതാ. എൻ്റെ കുടുംബത്തിൽ വേറൊരാളും കൂടി, എൻ്റെ കുടുംബത്തിൽ വേറൊരാളെ കൂടി കാണിച്ചത്. എന്താ അമ്മച്ചി ചെടി മേടിക്കാത്തതിൽ സങ്കടമുണ്ട്? ഓട്ടോ മേടിക്കാൻ പറ്റും. ഇത് ഓട്ടോ നമ്മൾ ഓട്ടോ അങ്ങനെ കൊണ്ടുപോകാം. ബാ ഇങ്ങോട്ടേ കാണിച്ചു കൊടുത്തേ ആ ഫോണ കോപ്പി. വരൂ, വീട്ടിലെ ഗൃഹനാഥനം കാണിച്ചു തരാം. ഇതാണ് അച്ഛൻ. എന്ത് പറ്റി? എന്ത് പറ്റി? ഇതാണ് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി. കാരണം നമ്മൾ അധികം എടുക്കണ്ട പ്രശ്നം. എന്താണ് മുതലാളി? നമുക്ക് ഇതുമാതിരി ഇതൊക്കെ നിറച്ചിട്ട് കുറെ ചവറൊക്കെ നിറച്ചും പുറഞ്ഞ മണ്ണൊക്കെ ഇട്ട്. സത്യം പറഞ്ഞ ഇത് കൃഷി ദീപം പരിപാടിയാണ് കേട്ടോ എൻ്റെ ചാനൽ. ഞാൻ എടുക്കൂല ഇനി വീട്ടില് ചെടി നടന്നു ഞാൻ പറഞ്ഞതാ. ഞാൻ അത് നട്ടോ കേട്ടാ നട്ടോ. എൻ്റെ അടുത്ത് പറയണ്ട. ഫേസ്ബുക്ക് ഇപ്പൊ ഫേസ്ബുക്കിൽ തന്നെ ടീമൊക്കെ. അല്ലാതെ നേരത്തെ ഇപ്പൊ ഇവിടെ ഒരു കടയിൽ ചായ കടയുണ്ട്. അവിടെ പോയി പരപ്പൻ അടിക്കുന്നു. ഇപ്പൊ പരപ്പൻ അടിക്കല. അവിടെ നിന്ന് പോകുന്നു ഫോണിലുണ്ടല്ലോ പരപ്പൻസ്. കാരണം വീട്ടിൽ തന്നെ പോയി
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടി ചെടി മേടിക്കാൻ പോണത്. ഈ അമ്മ എവിടെ നമുക്ക് വേറെ എന്തോ ചെടിയൊക്കെ കൂടി മേടിക്കാനുണ്ടായിരുന്നു, നടപടിയായില്ല. എന്താ സംഭവിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പറയാനുണ്ട് എന്താ ഇതെന്ത് ഇത്ര ഒച്ചപ്പാടും വെള്ളമൊക്കെ വെക്കണം എനിക്കറിയാൻ പറ്റാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ചെറുതായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോ പിന്നെ വരും. ഇഷ്ടപ്പെട്ട നല്ലപോലെ ഇരുന്ന് കാണാത്ത വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ഇട്ട് വന്നവരെ ഗുഡ് ബൈ.